നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമണിയിലേക്ക് വിശദമായി. വിഭാഗീയതയിൽ വലഞ്ഞ CPIM. സമ്മേളനകാലത്ത് പാർട്ടിയെ വലയ്ക്കുന്ന വിഭാഗീയത പരിഹരിക്കാൻ നേരിട്ടിറങ്ങി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൊല്ലം കരുനാഗപ്പള്ളിക്ക് പിന്നാലെ തിരുവല്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് MV ഗോവിന്ദൻ ഇന്ന് പത്തനംതിട്ടയിലെത്തും. തിരുവല്ല ടൗൺ നോർത്ത് സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിൽ വിഭാഗീയത സംബന്ധിച്ച് രൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. പീഡനക്കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തായ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CC സജിമോനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നടപടിയാണ് ഒരു വിഭാഗം നേതാക്കൾ തോമസ് ഐസക്കിനെതിരെ തിരിയാൻ കാരണമെന്നാണ് പ്രവർത്തന റിപ്പോർട്ട് പറയുന്നത്. തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരാണ് ഏരിയ കമ്മിറ്റിയിൽ വിഷയം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ CC സജിമോനെ പിന്തുണയ്ക്കുന്ന പക്ഷം തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു. റിപ്പോർട്ട് അവതരിപ്പിച്ച ഉടനെ തന്നെ സമ്മേളനം അലങ്കോലപ്പെടുകയായിരുന്നു. ഇതോടെ പ്രവർത്തന റിപ്പോർട്ട് നേതൃത്വം ഇടപെട്ട് തിരിച്ചു വാങ്ങിച്ചു. തിരുവല്ല ഏരിയ സമ്മേളനം ഈ മാസം 11 നടക്കാനിരിക്കെ ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നടത്താനാകാത്ത അവസ്ഥ നേതൃത്വത്തിനു മുൻപിൽ വെല്ലുവിളിയാണ്. ഇതോടെയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പത്തനംതിട്ടയിലേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ MV ഗോവിന്ദൻ പങ്കെടുക്കും. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗങ്ങളോടും ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്താൻ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമവായ നീക്കം ഫലം കണ്ടില്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. വിശദാംശങ്ങളുമായി ശ്രീകുമാരൻ ഇപ്പോൾ പത്തനംതിട്ടയിൽ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അങ്ങനെ സംസ്ഥാന സെക്രട്ടറി തന്നെ തർക്കം തീർക്കാൻ നേരിട്ടെത്തുകയാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നമ്മൾ കണ്ടതാണ് കടുത്ത നടപടി. അതുപോലൊരു നടപടി തിരുവല്ലയിൽ ഉണ്ടാകുമോ ശ്രീജിത്ത്? ഉന്മേഷ്, അത്തരത്തിലൊരു നടപടി എന്ന തരത്തിലേക്ക് പോകില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ തിരുവല്ലയിലെയും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെയും പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ഈ പ്രവർത്തന റിപ്പോർട്ട് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന CC സജിമോനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ കൃത്യമായി തന്നെ നിലപാടെടുത്തിരുന്നു. അതിന്റെ ഭാഗമായാണ് സമ്മേളനം അലങ്കോലപ്പെട്ടത്. പിന്നീട് അത് ആ പ്രവർത്തന റിപ്പോർട്ട് പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് അല്പസമയത്തിനകം ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. MV ഗോവിന്ദൻ ഒരു 2:30 മണിയോടുകൂടി പത്തനംതിട്ടയിൽ എത്തിച്ചേരും. എന്തായാലും MV ഗോവിന്ദൻ വന്നതിന് ശേഷം ഏരിയ കമ്മിറ്റി അംഗങ്ങളോടും തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടും അങ്ങോട്ട് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സമവായം ഉണ്ടായില്ലെങ്കിൽ അത് ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുക എന്നൊരു നീക്കത്തിലേക്ക് കടക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിലൊരു നടപടി പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തിരുവല്ല ഏരിയ സമ്മേളനം ഈ മാസം 11 നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസ്യമായ കാര്യമല്ല. എന്തായാലും അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി KP ഉദയവാനുവും വ്യക്തമാക്കുന്നത്. ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നത്തിൽ CPIM നടപടി പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷം പ്രശ്നങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാനാണ് ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള അഡ്ഹോക് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ കരുനാഗപ്പള്ളിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നു. വിഭാഗീയത മൂർധന്യാവസ്ഥയിലെത്തിയ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടെങ്കിലും പരിഹാര നടപടികൾ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മാത്രം മതിയെന്നാണ് CPIMന്റെ ധാരണ. അഡ്ഹോക് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിഹാര നടപടികൾ എടുക്കും. പ്രശ്നമുണ്ടായ കരുനാഗപ്പള്ളിയിലെ 7 ലോക്കൽ കമ്മിറ്റികളും അഡ്ഹോക് കമ്മിറ്റി പുനഃപരിശോധിക്കും. ഇവിടെയുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് അഡ്ഹോക് കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അഡ്ഹോക് കമ്മിറ്റിയുടെ ആദ്യ യോഗം കരുനാഗപ്പള്ളിയിൽ ചേർന്നു. പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ചുമതലകളെല്ലാം കരുനാഗപ്പള്ളിയിൽ നടപ്പിലാക്കുന്ന ആവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കരുനാഗപ്പള്ളിയിലേത് വിഭാഗീയതയല്ലെന്നും പ്രാദേശിക തർക്കം മാത്രമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം. മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടല്ലേ ഇനി അവിടെ സമ്മേളനം പൂർത്തിയാക്കുള്ളൂ. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം ഇല്ലല്ലോ. ലോക്കൽ സമ്മേളനവും ഇല്ല, ഏരിയ സമ്മേളനവും ഇല്ല. കർശന നിർദ്ദേശമാണ്. ഇനി ആ അഡ്ഹോക് കമ്മിറ്റിയാണ് കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ, മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഗൗരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് നൽകി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാടുകൾ സ്വീകരിക്കുക. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പോർവടിയിലേക്കും സംഘട്ടനത്തിലേക്കും മാറിയതോടെയാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല നൽകിയത്. ഡിസംബർ 9 കൊട്ടിയത്ത് CPM കൊല്ലം ജില്ലാ സമ്മേളനം ആരംഭിക്കും. 24 കൊല്ലം.
പാർട്ടിക്കുള്ളിലെ തെറ്റായ പ്രവണതകൾ വെച്ച് പൊറുപ്പിക്കില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM-നകത്ത് പഴയതുപോലുള്ള വിഭാഗീയത ഇപ്പോഴില്ലെന്നും MV ഗോവിന്ദൻ 24 പറഞ്ഞു. ദീപക് ധർമ്മടത്തിന് നൽകിയ അഭിമുഖത്തിലാണ് CPM-ലെ വിഭാഗീയത സംബന്ധിച്ച റിപ്പോർട്ടുകളോട് MV ഗോവിന്ദന്റെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. സമ്മേളനത്തിലേക്ക് കടന്നു. മാർച്ച് സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യ സമ്മേളന നടപടികളാണ്. ഏരിയ സമ്മേളനത്തിലേക്ക് എത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ കരുനാഗപ്പള്ളിയിൽ സമ്മേളന കാലയളവിലാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വരുന്നത്. പണ്ടത്തെ മലപ്പുറം സമ്മേളനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് പാർട്ടി പോകുമോ എന്ന് പ്രവർത്തകർക്ക് ആശങ്കയുണ്ട്. ഒരാശങ്കയ്ക്ക് വഴിയില്ല. പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകുള്ളൂ. തെറ്റായ പ്രവണത ഏത് മേഖലയിലുണ്ടായാലും അതിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കേരളത്തിലെ പാർട്ടിക്കില്ല, പൊതുവായിട്ട് പാർട്ടിക്ക് ഏത് പാർട്ടിക്കും ഇല്ല. സമ്മേളനകാലത്തെ വിഭാഗീയതയിൽ CPIM കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കും എന്ന സൂചനയാണ് നേതൃത്വത്തിന്റേത്. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിലുണ്ടായ വിഭാഗീയത നേതൃത്വം വളരെ ഗൗരവത്തിലാണ് കണ്ടത്. തെറ്റുതിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടും അത് ചെയ്യാത്തവർക്കെതിരെ കർശന നടപടി എന്നതാണ് നിലപാട്. സംഘടനാപരമായിട്ടും രാഷ്ട്രീയമായിട്ടും തീരുമാനിച്ച നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിനിടയിലാണ് തെറ്റായ പ്രവണതകൾ അവിടെ കാണുന്ന സ്ഥിതി ഉണ്ടായത്. അത് തിരുത്തണം എന്ന് അവരോട് പറഞ്ഞു. തിരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ സമ്മേളനം ആരംഭിക്കുമ്പോൾ വീണ്ടും തെറ്റായ പ്രവണതകളാണ് കാണുന്നത്. ആലപ്പുഴയിൽ CPIM നേതാവ് BJP-യിലേക്ക് പോകുന്നത് കാര്യമാക്കേണ്ടതില്ലെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്കത്തിന് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന നിർബന്ധത്തിലൂടെ അച്ചടക്ക നടപടിക്ക് വിധേയപ്പെട്ട് പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്നും അതുപോലെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നും ചൂണ്ടിക്കാണിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് BJP-യിലേക്ക് ചേരുന്നത്. അതിലൊന്നും ഞങ്ങൾക്കൊരാശങ്കയില്ല, ഒരു ഉത്കണ്ഠയില്ല. സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരെ വ്യാപക വിമർശനമെന്ന വാർത്തയും സംസ്ഥാന സെക്രട്ടറി തള്ളുകയാണ്. സമ്മേളനകാലത്ത് പാർട്ടിക്കകത്ത് നടപടി പതിവില്ല. സമ്മേളനം കഴിഞ്ഞതിനു ശേഷമുള്ള നടപടിക്ക് പകരം അപ്പോൾ മേൽക്കമ്മിറ്റി പരിശോധിച്ച് പാർട്ടി അച്ചടക്കം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സമ്മേളനകാലത്ത് CPIM-ൽ പലതലത്തിൽ പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങി. അത് ഏരിയ കമ്മിറ്റി വരെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്കെത്തി. ഈ ഘട്ടത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് പാർട്ടിയിൽ ഒരു വിഭാഗീയതയും തെറ്റായ പ്രവണതയും വെച്ചു പൊറുപ്പിക്കില്ലെന്നാണ്. ക്യാമറാമാൻ ജിനുവിനൊപ്പം തിരുവനന്തപുരത്തു നിന്നും ദീപക് ധർമ്മടം, 24. ആലപ്പുഴയിലെ പാർട്ടി സമ്മേളനങ്ങളിൽ ക്ഷണമില്ലാത്തത് ചർച്ചയായതിനു പിന്നാലെ മുതിർന്ന CPM നേതാവ് G സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. G സുധാകരന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനം എന്നാണ് ഇരുവരുടെയും പ്രതികരണം. സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് തനിക്ക് എന്തിനാണ് അസംതൃപ്തി എന്നായിരുന്നു G സുധാകരന്റെ മറുപടി. പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു. അതെൻ്റെ ഒരു എന്താ പറയുന്നത് നേട്ടമെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അർത്ഥത്തോട് വേറെ അർത്ഥമൊന്നുമില്ല. ഇന്ന് രാവിലെ മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രികയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് G സുധാകരൻ പിന്മാറിയിരുന്നു. മനീഷ് മഹിബാൽ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, സൗഹൃദ സന്ദർശനം എന്ന രണ്ട് നേതാക്കളും വിശദീകരിക്കുന്നുണ്ട്. ലീഗ് ക്യാമ്പയിനിൽ നിന്ന് അദ്ദേഹം ഇന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുവല്ലോ മനീഷ്. ഉന്മേഷ്, രണ്ട് രാഷ്ട്രീയ സാഹചര്യമാണ്. ഒന്ന്, മുസ്ലിം ലീഗിനെതിരെ CPIM ഇപ്പോൾ എടുത്തിരിക്കുന്ന കടുത്ത നിലപാട്. മുസ്ലിം ലീഗ് കടുത്ത വർഗീയ പാർട്ടിയാണെന്ന നിലപാട് എടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് മുൻകൂട്ടി നേരത്തെ തീരുമാനിച്ചൊരു പരിപാടി G സുധാകരൻ അത് മുഖപത്രം അതായത് ലീഗ് മുഖപത്രത്തിന്റെ പരിപാടിയിൽ നിന്നും പിന്നീട് പിന്മാറുന്നത്. മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം, ആലപ്പുഴയിൽ പാർട്ടി സമ്മേളനങ്ങളിൽ നിന്നും തുടർച്ചയായി G സുധാകരൻ ഒഴിവാക്കപ്പെടുന്നു. കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള പാർട്ടി സമ്മേളന കാലത്ത് 14 ഏരിയ സമ്മേളനങ്ങളിൽ 10-ലധികം ഏരിയ സമ്മേളനങ്ങളുടെ ഭാഗമാവുകയും നിരവധി ലോക്കൽ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് G സുധാകരൻ. അന്നും അദ്ദേഹത്തിന് ഇതേ സ്ഥാനമാനങ്ങളായിരുന്നു. അതായത് നിലവിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമാനം അദ്ദേഹം ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് അംഗം മാത്രമാണ്. കഴിഞ്ഞ സമ്മേളന കാലത്തും അദ്ദേഹത്തിന് ഇതേ പദവി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ സമ്മേളന കാലത്ത് പാർട്ടി അത്തരം സാങ്കേതികത്വം പറഞ്ഞ് സുധാകരനെ ക്ഷണിക്കപ്പെടേണ്ട ആളല്ല, അങ്ങനെ നിർബന്ധമില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സുധാകരന്റെ വീടിന്റെ 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടന്ന ഏരിയ സമ്മേളനത്തിൽ നിന്നും സുധാകരനെ മാറ്റി നിർത്തിയത്. അതൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയായി നിൽക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഇന്ന് G സുധാകരനെ പ്രതികരണം എടുക്കാൻ എത്തിയതും ലീഗിന്റെ പരിപാടി അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടക്കാൻ പോവുകയും ചെയ്യുന്നത്. ആ സമയത്താണ് അദ്ദേഹം ലീഗ് പ്രവർത്തകരോട് ശകാരിച്ചത്, അദ്ദേഹം കയർത്ത് സംസാരിച്ചത്. മാധ്യമപ്രവർത്തകരുമായി നിങ്ങൾ വന്നതിന് മറ്റു ഉദ്ദേശങ്ങളുണ്ട് എന്ന രീതിയിൽ ലീഗ് പ്രവർത്തകരോട് സംസാരിച്ചു. അവസാനം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് AM നസീർ മാധ്യമങ്ങളോട് പ്രതികരിച്ച് അദ്ദേഹം വിവാദത്തിന് അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് മറ്റൊരു ദിവസം അദ്ദേഹം ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. അതിന് പിന്നാലെ ഏകദേശം 1 മണിക്കൂർ ശേഷമാണ്
AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ടെത്തി ഒരു 10 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തി. ഇത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും വ്യക്തമാക്കുന്നത് സൗഹൃദ സംഭാഷണമാണ്. കൂടിക്കാഴ്ചയ്ക്ക് മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള ഉദ്ദേശമില്ല, അങ്ങനെ രാഷ്ട്രീയ വ്യാഖ്യാന മാധ്യമങ്ങൾ നൽകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകരോടും G. സുധാകരൻ കയർത്ത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാധ്യമ പ്രവർത്തകർ വന്ന് കയറിയത് അതിക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറുകയാണ്. പാർട്ടി പരിപാടികളിൽ തന്നെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. താനിപ്പോൾ അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളൊന്നും വഹിക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെ പറയുന്നതിൽ വസ്തുതയില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ KC വേണുഗോപാലിന്റെ സന്ദർശനം തികച്ചും സൗഹൃദം മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. KC വേണുഗോപാലും ആ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു. പക്ഷേ ഇവിടെ G. സുധാകരന് വലിയ അതൃപ്തി പാർട്ടി നടപടികൾ ഉണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ്. മനീഷ് മഹിപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ഇപ്പോൾ മഴ മുന്നറിയിപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ. അതോടൊപ്പം നാളെയും 4 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. അത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളാണ്. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. CPIM-നെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം എന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്ത് ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നു. ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണെന്നും കണ്ണൂർ പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് EP ജയരാജൻ പറഞ്ഞു. പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ്. ഇപ്പൊ അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ പരിപാടിയിലല്ല. അമേരിക്കൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അമേരിക്കൻ യൂണിവേഴ്സിറ്റി, അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ, പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ്, CPM-നെയാണ്. CPM തകർന്നാൽ പിന്നെ വേറൊന്നും നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക്. അതിനുള്ള കടുത്ത ആക്രമണമല്ലേ. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരും സ്ഥിതി? ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ്. തോൽവിയിൽ പ്രതിക്കൂട്ടിലായി ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ, N. ശിവരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ കുറ്റപ്പെടുത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട്. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനമുണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. BJP-ക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു മാധ്യമങ്ങളോട് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. ഈ മാസം 7, 8 തീയതികളിൽ കൊച്ചിയിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് മുന്നോടിയായാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ശോഭാ സുരേന്ദ്രനും പാലക്കാട്ടെ 4 കൗൺസിലർമാർക്കും എതിരെ റിപ്പോർട്ടിൽ കടുത്ത പരാമർശങ്ങളാണുള്ളത്. ശോഭാ സുരേന്ദ്രനും കൗൺസിലർ സ്മിതേഷും സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചതായും നഗരസഭയിൽ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ ശ്രമം നടന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പുറത്തുനിന്നെത്തിയവർ തങ്ങളുടെ വാർഡിൽ പ്രചാരണം നടത്തുന്നതിനെ ആരോപണ വിധേയരായ കൗൺസിലർമാർ എതിർത്തെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ റിപ്പോർട്ടിന്മേൽ മാധ്യമങ്ങളോട് ക്ഷോഭിച്ച് K. സുരേന്ദ്രൻ രംഗത്തെത്തി. ആരെങ്കിലും എഴുതി ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് പത്രത്താളുകളിലും ചാനലുകളിലും അടിച്ചുവിടാൻ നിങ്ങളൊക്കെ ഒരു എത്തിക്സിൻ്റെ ഒരു അംശം പോലും നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. കള്ള വാർത്തകൾ, പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും. അതേസമയം കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് മറിക്കാൻ ശ്രമം നടത്തിയെന്ന് തെളിവ് സഹിതമാണ് റിപ്പോർട്ട് നൽകിയത്. ഒരു പഞ്ചായത്ത് ഭാരവാഹിയുമായുള്ള സംഭാഷണം പുറത്തായതോടെ ജാഗ്രത പാലിക്കാനായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനമുണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. BJP-യിൽ നിന്ന് എനിക്ക് അടർത്തിയെടുക്കാൻ സാധിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഞാൻ പരസ്യമായി ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ BJP-ക്കാർ സാധാരണ ചെയ്യുന്നത് പോലെ രഹസ്യമായി പോയി വോട്ട് മറിച്ചയാളല്ല. പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചയാളാണ്. പാലക്കാട്ട് C. കൃഷ്ണകുമാർ ലഭിക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥി തന്നെയെന്നും ഉപതെരഞ്ഞെടുപ്പിൽ സമാഹരിക്കാവുന്ന പരമാവധി വോട്ടുകൾ ലഭിച്ചതായും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു. ചില മുതിർന്ന നേതാക്കളുടെ ഓഡിയോ ക്ലിപ്പ് സഹിതമാണ് റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു ചർച്ച വന്നാൽ 4 കാലിൽ വീഴാനുള്ളതെല്ലാം ഔദ്യോഗിക വിഭാഗത്തിന്റെ കയ്യിലുണ്ടെന്ന് സാരം. S. ശ്രീകാന്ത്, 24, കൊച്ചി. കൊച്ചിയിൽ ആക്രിക്കടയിൽ പുലർച്ചെ വൻ തീപിടുത്തം. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കെട്ടിടത്തിന് ഫയർ NOC ഇല്ല എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. എന്നാൽ ആരോപണം കടയുടമ തള്ളി.
ഒരു പതിറ്റാണ്ടിനിടെ കൊച്ചി നഗരത്തിലുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇന്ന് പുലർച്ചെ എറണാകുളം സൗത്ത് മേൽപ്പാലത്തിന് സമീപം ഉണ്ടായത്. സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് പുലർച്ചെ 2:30-ഓടെ തീ പടർന്നത്. കുട്ടിക്ക് സൗണ്ട് കേട്ടാണ് മകൻ പുറത്തോട്ട് ഇറക്കൊണ്ടുവന്ന് എന്നെയും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതിനകത്തേക്ക് ഇങ്ങനെ ആളി കത്താൻ തുടങ്ങി. വിഷപ്പുക ഉയർന്നതോടെ ആക്രികടയ്ക്ക് സമീപമുള്ള കെട്ടിടങ്ങളിലെ താമസക്കാരെയും പോലീസ് സുരക്ഷിതമായി മാറ്റി. 15ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം രാവിലെ 6:30-ഓടെയാണ് തീ നിയന്ത്രണ വിധേയമായത്. തീപിടുത്തമുണ്ടായ ഗോഡൌണിന് ഫയർ NOC ഇല്ലായിരുന്നുവെന്ന് ഫയർ ഓഫീസർ. സാർ, ഈ കെട്ടിടത്തിന് ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നെന്ന് വല്ലതും അറിയാമോ? അതെല്ലാം കോർപ്പറേഷൻ വഴിയാണ് നോക്കേണ്ടത്. നിലവിൽ ഫയറിന്റെ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല. ഇല്ല. എന്നാൽ ഫയർഫോഴ്സ് ആരോപണം സ്ഥാപന ഉടമ ജി രാജു തള്ളി. ഫയർ NOC അവർ പറഞ്ഞോട്ടെ, എനിക്കൊന്നും അവരോട് എൻ്റെ അടുത്തല്ല സാധനമുണ്ട്. കാരണം ഞാൻ 20 കുറ്റിയേലും ഇവിടെ ഉണ്ട്. കാണിച്ചു ഞാൻ ഇപ്പോൾ വേണം കാണിച്ചാൽ. ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ട് കൂടി 2 മാസമായിട്ടില്ല. കെട്ടിടത്തിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ ഷോർട്ട് സർക്യൂട്ടായി തീ പടർന്നതാണോ എന്നും സംശയമുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകളും നടക്കും. 15 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അപകട സമയത്ത് കെട്ടിടത്തിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന 8 തൊഴിലാളികളെ കൃത്യസമയത്ത് മാറ്റാൻ സാധിച്ചത് വലിയ ദുരന്തമാണ് ഒഴിവായത്. തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് കൊച്ചിയിലേക്ക് 2.5 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. 24 കൊച്ചി. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ അപ്പാർട്ട്മെന്റിലും ഇന്ന് തീപിടുത്തമുണ്ടായി. ബേസ്മെന്റിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനത്തിൽ നിന്ന് പടർന്ന തീയാണ് സമീപത്തെ വാഹനങ്ങളിലേക്കും അപ്പാർട്ട്മെന്റിലേക്കും വ്യാപിച്ചത്. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല. പെട്ടെന്ന് പുകയൊക്കെ കണ്ട്, കാരണം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേറിൽ നിന്നായിരുന്നു പുക വരുന്നത്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കിനാണ് പറഞ്ഞ് തീപിടുത്തം ഉണ്ടായി, ഇതേപോലെ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫ്ലോർ ഉള്ളവരാണ് ഇൻഫോം ചെയ്തത്. എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് കുട്ടി വന്ന് ഇറങ്ങിക്കോന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ ആ സെന്റർ കഴിഞ്ഞിട്ട് നേരെ പോകണം. അതെന്ന് വെച്ചിട്ട് റിസ്ക്, കാരണം ലിഫ്റ്റ് തീ പിടിച്ച് ആ ഒരു സീനായപ്പോഴത്താണ് ഇത്രയും പുക വന്നത്. അതിന് മുമ്പേ തന്നെ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റിയ, അതാണ് ഏറ്റവും വലിയൊരു കാര്യമായത്. രാത്രി 11 മണിയോടെയായിരുന്നു തീപിടുത്തം. 5 വാഹനങ്ങൾ പൂർണ്ണമായി കത്തിനശിച്ചു. ബേസ്മെന്റിലെ വാഹനങ്ങളിൽ തീ പടർന്നതോടെ AC വെന്റുകൾ വഴി 4 നില കെട്ടിടത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും പുകയെത്തി. ഇന്നലെ ഞാൻ ഇവിടെ ഡ്യൂട്ടി ഒരിക്കായിരുന്നു. താഴത്തുനിന്ന് കയറി വന്നിട്ടാണ് വിവരം പറഞ്ഞത്. അപ്പോൾ ഒരു താഴത്തേക്ക് ഇറങ്ങി വെള്ളം കോരി വെച്ചിട്ടും നിന്നില്ല. അത് കഴിഞ്ഞ ശേഷം ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ വന്നു. അവർ വിളിച്ചതിന് ശേഷമാണ് ഒരു ഇതായത്. ആദ്യം മറ്റേ ഇതിനെ ബൈക്ക് സ്കൂട്ടിക്ക് തീ പിടിച്ചത്. അതിനുശേഷം കാറിന് പിടിച്ചു. പിന്നെ പൊട്ടലായപ്പോൾ ഞങ്ങൾ നീങ്ങി പോന്നു. പിന്നെ പൊട്ടലുണ്ടായിരുന്നു, ഏതെന്നറിയില്ല, മൊത്തം തീയും പൊട്ടലായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീയണച്ചതോടെ വലിയ അപകടം ഒഴിവായി. കെട്ടിടത്തിലെ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായിരുന്നെന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന തുടരുകയാണ്. 24 കൊച്ചി. തട്ടിപ്പിൽ നടപടി ഘടിപ്പിക്കാൻ സർക്കാർ. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിശദമായ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി വഴി പരിശോധന നടത്താനാണ് തീരുമാനം. അതേസമയം അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. അനർഹമായി പെൻഷൻ വാങ്ങുന്നുവെന്ന നിരവധി പരാതികൾ ഇതിനോടകം സർക്കാരിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. തട്ടിപ്പ് വിവരം പുറത്തായതോടെയാണ് കത്തായും ഇമെയിലായും പരാതികൾ എത്തുന്നത്. ഈ പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി. ഇതിന് പിന്നാലെയാണ് സോഷ്യൽ ഓഡിറ്റ് പരിശോധനയ്ക്ക് തീരുമാനമായത്. പെൻഷൻ തട്ടിപ്പിൽ സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കാൻ തീരുമാനമായി. ഗുണഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കും. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്നും ശേഖരിച്ച് പരിശോധിക്കാനാണ് തീരുമാനം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ക്രമക്കേട് കാണിച്ചവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുമെന്നും മന്ത്രി കെ രാജൻ. ബന്ധമായിട്ടുള്ള പ്രശ്നമാണത്. ഈ പെൻഷൻ ആളുകൾ മേടിച്ചു എന്നുള്ളത്, അതിൻ്റെ ഒരു പരിശോധന നടത്തി വിവരം പുറത്തുവിടും. ഗവൺമെന്റ് പുറത്തുവിടണമെന്ന് തന്നെയാണ് അഭിപ്രായം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എടുത്ത് അതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് അക്കാര്യങ്ങൾ പുറത്തുവിടുക തന്നെ ചെയ്യും. വകുപ്പ് തല നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പട്ടിക പ്രകാരം വകുപ്പ് തലത്തിൽ ആദ്യം വിശദീകരണം തേടും. തുടർന്ന് നടപടിയിലേക്ക് കടക്കും. ഓരോരുത്തരും തിരിച്ചടയ്ക്കേണ്ട പലിശ സഹിതമുള്ള തുകയുടെ വിശദാംശങ്ങളും വകുപ്പുകൾക്ക് കൈമാറും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കി മസ്റ്ററിംഗ് കുറ്റമറ്റതാക്കാനും ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. 24 തിരുവനന്തപുരം. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ മേഖലയിൽ ഉള്ളവർ കൂടുതലും തിരുവനന്തപുരം നഗരത്തിലെന്ന് CAGയുടെ റിപ്പോർട്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള 347 പേർ തട്ടിപ്പ് നടത്തി എന്നാണ് കണ്ടെത്തൽ. മുനിസിപ്പാലിറ്റി പരിധിയിൽ ആലപ്പുഴയും പഞ്ചായത്ത് പരിധിയിൽ ആലപ്പുഴ മണ്ണഞ്ചേരിയിലുമാണ് ഇത് മുന്നിട്ട് നിൽക്കുന്നത്. 24 എക്സ്ക്ലൂസീവ്.
സംസ്ഥാനത്താകെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടുന്ന 9201 പേർ സർക്കാരിനെ കബളിപ്പിച്ച് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തു എന്നായിരുന്നു CNDGയുടെ കണ്ടെത്തൽ. ഇതിൽ തന്നെ സർക്കാർ ജീവനക്കാർ കൂടുതലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിലാണ് തട്ടിപ്പുകാരും കൂടുതൽ. 347 പേരാണ് കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ തട്ടിപ്പുകാർ. ഇവർ 1,53,00,000 രൂപ ക്ഷേമ പെൻഷനിൽ നിന്ന് തട്ടിയെടുത്തു. കോഴിക്കോട് കോർപ്പറേഷനാണ് രണ്ടാം സ്ഥാനത്ത്. 169 സർക്കാർ തട്ടിപ്പുകാർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ തട്ടിപ്പുകാർ കുറവ് കൊച്ചി കോർപ്പറേഷനിലാണ്, 70 പേർ മാത്രം. 185 സർക്കാർ തട്ടിപ്പുകാരുള്ള ആലപ്പുഴ മുനിസിപ്പാലിറ്റിയാണ് ഈ വിഭാഗത്തിൽ മുന്നിൽ. രണ്ടാമത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയും 68 പേർ. പഞ്ചായത്ത് മേഖല പരിശോധിച്ചാൽ 1ഉം 2ഉം സ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളാണ്. 1ാം സ്ഥാനത്ത് 69 തട്ടിപ്പുകാരുള്ള മണ്ണഞ്ചേരി പഞ്ചായത്താണ്. 2ാം സ്ഥാനത്ത് മാരാരിക്കുളം പഞ്ചായത്ത്. സർക്കാർ മേഖലയിലെ 47 തട്ടിപ്പുകാരാണ് മാരാരിക്കുളം പഞ്ചായത്തിലുള്ളത്. സർക്കാർ ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ, സർവീസ് പെൻഷൻകാർ ഉൾപ്പെടെ 9201 പേർ ചേർന്ന് 39,27,00,000 രൂപ തട്ടിയെടുത്തെന്നാണ് CNDG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ പരിശോധന കോട്ടക്കൽ നഗരസഭയിൽ മാത്രമായി ഒതുങ്ങിപ്പോകരുത് എന്നുകൂടി തെളിയിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഈ കണക്കുകൾ. അതോടൊപ്പം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ജില്ലയായ ആലപ്പുഴയിൽ എങ്ങനെയാണ് സർക്കാർ മേഖലയിലെ ഇത്രത്തോളം തട്ടിപ്പുകാർ ക്ഷേമ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയെന്നത് പ്രത്യേകം അന്വേഷിക്കേണ്ടി വരും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന് ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നു ഡൽഹിയിലെ 7 സീറ്റിലും ആം ആദ്മി പാർട്ടി മത്സരിച്ചത്. എന്നാൽ എല്ലാ മണ്ഡലങ്ങളിലും സഖ്യം പരാജയപ്പെട്ടിരുന്നു. അതേസമയം പാർട്ടി MLA നരേഷ് പില്ലിന്റെ അറസ്റ്റിനെതിരെയും ആം ആദ്മി രംഗത്തെത്തി. ഗുണ്ടാ സംഘത്തിന്റെ ഭീഷണി നേരിട്ട MLAയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാണ് കുറ്റപ്പെടുത്തൽ. കൊടകര കുഴൽപ്പണക്കേസിൽ 24നോട് വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. കേസ് പരിഗണിക്കുന്ന ഇരിങ്ങാലക്കുട സ്പെഷ്യൽ കോടതിയിലായിരിക്കും രഹസ്യമൊഴി രേഖപ്പെടുത്തുക. പ്രത്യേക അന്വേഷണ സംഘത്തിന് തിരൂർ സതീഷ് നിർണായക വിവരങ്ങൾ നൽകിയ പശ്ചാത്തലത്തിലാണ് നടപടി. 24ലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം തിരൂർ സതീഷിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മൊഴിയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതോടെയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം. നേരത്തെ കേസന്വേഷിച്ച വേളയിൽ കള്ളപ്പണ ഇടപാടിലെ ചിലരുടെ പങ്കിനെക്കുറിച്ച് പോലീസിന് വിവരമുണ്ടായിരുന്നു. പക്ഷേ അവരിലേക്കെത്താൻ തെളിവുകളുടെ അഭാവം വെല്ലുവിളിയായി നിൽക്കെയാണ് തിരൂർ സതീഷ് നിർണായക വിവരങ്ങൾ കൈമാറിയതെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ചില ഉന്നത നേതാക്കളുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന രേഖകളും തിരൂർ സതീഷ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 4 ചാക്കുകളിലായി 9 കോടി രൂപ എത്തിച്ചുവെന്നായിരുന്നു 24നോട് തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തൽ. പണം എത്തിക്കുന്നതിന് മുന്നോടിയായി BJP ജില്ലാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും പാർട്ടി ഓഫീസിൽ വെച്ച് പണം എത്തിച്ച ധർമ്മരാജനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തലാണ് തുടരന്വേഷണത്തിലേക്ക് നയിച്ചത്. 24 തൃശൂർ. ശക്തി കുറഞ്ഞ ഫിൻജാൽ. ഫിൻജാൽ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറി. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ വിഴിപ്പുറത്തും അതിശക്തമായ മഴ പെയ്തു. എല്ലാ ജില്ലകളിൽ നിന്നും റെഡ് അലർട്ട് പിൻവലിച്ചു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഇന്നലെ രാത്രി കരതൊട്ട ഫിൻജാൽ ചുഴലിക്കാറ്റ് ഉയർത്തിയ ഭീഷണി പൂർണ്ണമായി ഒഴിവാവുകയാണ്. പുതുച്ചേരിയിലും വിഴുപ്പുറത്തും കടലൂരിലുമാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടതിനു ശേഷം അതിശക്തമായി മഴ പെയ്തത്. ഇന്ന് രാവിലെ വരെ വിഴുപ്പുറത്ത് 498 മില്ലിമീറ്ററും പുതുച്ചേരിയിൽ 469.5 മില്ലിമീറ്ററും മഴ പെയ്തു. പുതുച്ചേരിയിൽ വീടുകളിൽ കുടുങ്ങിക്കിടന്നവരെ NDRF, SDRF സംഘങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളും കോളേജുകളും ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി. തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലെയും റെഡ് അലർട്ട് പിൻവലിച്ചു. കടലൂർ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയുണ്ടാകും. വിഴിപ്പുറത്തടക്കം മിതമായ മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ചെന്നൈ എയർപോർട്ടിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും പ്രവർത്തനം സാധാരണ നിലയിലായി.
സബ്വേകളൊക്കെയും തുറന്നു. വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നുണ്ട്. 4 പേരാണ് ചെന്നൈയിൽ ഷോക്കേറ്റ് മരിച്ചത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ ഉടൻ വീടുകളിലേക്ക് മാറ്റാനാകും. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളും മഴബാധിത പ്രദേശങ്ങളും സന്ദർശിച്ചു. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. സംസ്ഥാനത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ നാളെ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. AV ജയശങ്കർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ജയശങ്കർ, സംസ്ഥാനത്ത് ഇന്നും നാളെയുമുള്ള മഴ മുന്നറിയിപ്പുകൾ. അതായത് ഉന്മേഷ, സംസ്ഥാനത്ത് അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ റെഡ് അലർട്ട് ഉൾപ്പെടെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. കൊല്ലം, തിരുവനന്തപുരം ഒഴികെ 8 ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് പൊതുവെ മഴ കുറഞ്ഞ് പെയ്യുക. മറ്റു ജില്ലകളിൽ വലിയ തോതിലുള്ള മഴയുണ്ടാകും. നാളെ മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എന്തായാലും ഈ ചുഴലിക്കാറ്റും മറ്റും ഉണ്ടായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച മുതൽ വലിയ തോതിൽ മഴ കനക്കുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് വരുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ജാഗ്രത പൊതുജനങ്ങൾ പുലർത്തണമെന്നാണ് നിലവിലുള്ള നിർദ്ദേശം. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ട്രാക്കോ കേബിൾസ് ജീവനക്കാരൻ P. ഉണ്ണിയുടെ മൃതദേഹം സംസ്കരിച്ചു. എറണാകുളം കാക്കനാട്ടെ വീട്ടിലെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം തൃക്കാക്കര പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. വൈകിട്ടാണ് കാക്കനാട്ടെ വീട്ടിൽ P. ഉണ്ണിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ട്രാക്കോ കമ്പനി ചെയർമാൻ വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. സാമ്പത്തിക പ്രശ്നങ്ങൾ തുടർന്ന് ഉണ്ണി മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടെന്ന് കമ്പനി ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ 24-നോട് പറഞ്ഞു. നിർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് പറയാനേ എനിക്കുള്ളൂ. ഒന്നത് ഞാൻ ആ കുടുംബത്തിന് ദുഃഖത്തിനൊപ്പം കമ്പനിയുടെ ചെയർമാൻ എന്നുള്ള ഞാനൊരു പങ്കുചേരുന്നു. ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആത്മഹത്യ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ ഇവിടുത്തെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വീഴ്ചയ്ക്ക് ഞാനും ആ വീഴ്ച ഉത്തരവാദിയാണ്. ഇപ്പോൾ 12 മാസം ശമ്പളം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനും ഉത്തരവാദിയില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒരു പാക്കേജും കാര്യങ്ങളുമായിട്ട് ഒരു ഇച്ചിരി ഡിലേ ആയിപ്പോയി. ഞാൻ സമ്മതിക്കും. ആ ഡിലേ ആയതാണ് ഇതെല്ലാം സംഭവിക്കാനുള്ള കാര്യം. ഇത് സംഭവിക്കത്തില്ല. മുനമ്പം ഭൂപ്രശ്നത്തിൽ ഭൂസംരക്ഷണ സമിതിയുടെ സമരം ഇന്ന് 50-ാം ദിവസം. പ്രശ്നപരിഹാരത്തിനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ സമരക്കാർ സ്വാഗതം ചെയ്തെങ്കിലും അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി CN രാമചന്ദ്രൻ നായരെ കമ്മീഷനായി സർക്കാർ നിയോഗിച്ചതിലാണ് സമരക്കാരുടെ പ്രതീക്ഷ. വഖഫ് നിയമങ്ങൾ കടലിലെറിഞ്ഞും പന്തം കൊളുത്തി പ്രതിഷേധവും നടന്നിരുന്ന മുനമ്പത്ത് നിലവിൽ സമാധാനപരമാണ് സമരം. തർക്കഭൂമിയിലെ താമസക്കാരുടെ അവകാശങ്ങളും താൽപര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്നും സർക്കാർ സ്വീകരിക്കേണ്ട നടപടികളും കമ്മീഷൻ ശുപാർശ ചെയ്യും. വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് മുനമ്പംകാരുടെ ഭൂമി ഒഴിവാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമരക്കാർ. 3 മാസത്തിനകം ജുഡീഷ്യൽ കമ്മീഷൻ നടപടികൾ പൂർത്തീകരിക്കുമെന്ന സർക്കാർ ഉറപ്പിൽ നടപടികൾ വേഗത്തിലാക്കാനായി സമരക്കാരും സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട 600-ലധികം വരുന്ന കുടുംബങ്ങളാണ് ഇപ്പോഴും മുനമ്പത്ത് സമരം തുടരുന്നത്. വിവിധ സാമുദായിക സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും സമരത്തിന് പിന്തുണ നൽകി രംഗത്തുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമസങ്കീർണതയാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. മതസാമുദായിക കെട്ടുറപ്പിന് കോട്ടം തട്ടാതെ പ്രശ്നപരിഹാരം എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. കോഴിക്കോട് കൊടുവള്ളി സ്വർണ്ണ കവർച്ചയിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. കേസിൽ അറസ്റ്റിലായ ജ്വല്ലറി ഉടമ രമേശ് കവർച്ച നടന്ന ദിവസം ആക്രമിക്കപ്പെട്ട ബൈജുവിന്റെ കടയ്ക്ക് സമീപത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തി സ്വർണം കവർന്ന കേസിൽ രമേശ് ഉൾപ്പെടെ 5 പേരാണ് പിടിയിലായത്. കൊടുവള്ളിയിലെ കട അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ജ്വല്ലറി ഉടമ മൂത്തമ്പലം സ്വദേശി ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തി 2 കിലോയോളം സ്വർണം കവർന്ന കേസിലാണ് മുഖ്യ സൂത്രധാരൻ രമേശിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ബുധനാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു കവർച്ച. കവർച്ചയ്ക്ക് തൊട്ടുമുമ്പ് ബൈജു കടയടയ്ക്കുന്നതും മറ്റു കാര്യങ്ങളും രമേശ് നിരീക്ഷിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്നാണ് കൊട്ടേഷൻ സംഘത്തിന് വിവരങ്ങൾ കൈമാറിയത്. കൊടുവള്ളിയിലെ സ്വർണ്ണപ്പണിക്കാരനായ രമേശ് 12 ലക്ഷം രൂപയ്ക്കാണ് കൊട്ടേഷൻ നൽകിയത്. സംഭവത്തിൽ രമേശ്, കൊട്ടേഷൻ സംഘങ്ങളായ വിപിൻ, ഹരീഷ്, ലതീഷ്, വിമൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളിൽ നിന്ന് 1.3 കിലോ സ്വർണവും
കൊട്ടേഷൻ തുകയായ 12 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 24 കോഴിക്കോട്. ഇനിയും ശബരിമല വാർത്തയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിലെ ഭക്തജനത്തിരക്കിൽ നേരിയ കുറവ്. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടായി. 30,000 തീർത്ഥാടകരാണ് ഇന്ന് ഇതുവരെ ദർശനം നടത്തിയത്. ആൾക്കാർ കൃത്യസമയം പാലിക്കാതെയാണ് പലപ്പോഴും വെർച്വൽ ക്യൂ പാസ് എടുത്തിട്ട് വരുന്നത്. അത് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾ മാനേജ് ചെയ്തു. പക്ഷേ ഇനി അത് തുറന്നങ്ങനെ ഒരുപാട് അനുവദിക്കാൻ ബുദ്ധിമുട്ട് വരും. അഥവാ അങ്ങനെ വരേണ്ടി വന്നാൽ അവർ ഇവിടുത്തെ ഷെഡ്യൂൾഡായിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കൊഴിയുന്നവരെ അവർ നിലയ്ക്കൽ കാത്തു നിൽക്കേണ്ടി, നിലയ്ക്കലോ എരുമേലിയിലോ ഒരു വെയിറ്റ് ചെയ്യേണ്ടി വരും. അവരങ്ങനെ ഒന്നിച്ച് വരുമ്പോഴും അവർ ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് വരണം. അതാണ് നമ്മുടെ ആവശ്യം. കാരണം അവർ വന്ന ഉടനെ തന്നെ അവർക്ക് ദർശനം കിട്ടുന്നവർ പ്രതീക്ഷിക്കരുത്. നമ്മളെല്ലാവർക്കും ദർശനം കൊടുക്കും, ഒരു സംശയമില്ല അതിനെക്കുറിച്ച്. വെർച്വൽ ക്യൂ പാസ് കൃത്യമായിട്ടുള്ളവർക്ക് എപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് വരാം. അല്ലാത്തവർ ഒന്നവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർ സമയക്രമം പാലിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും പറഞ്ഞു. നിർബന്ധമായും സമയക്രമം പാലിക്കണം. ഇവിടെ ഇപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് എത്തുന്ന ഭക്തർ ഒന്നുകിൽ നേരത്തെ വരുന്നു, ഇല്ലെങ്കിൽ താമസിച്ച് വരുന്നു. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന് പറയാനുള്ളത് കൃത്യമായ സമയക്രമം അത് പാലിച്ച് ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങൾ വരണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന് പറയുവാനുള്ളത്. എങ്കിൽ മാത്രമേ സുഗമമായ ദർശനം സാധ്യമാവുകയുള്ളൂ. ഒരാൾ ഒരു ദിവസം നേരത്തെ വരിക അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് വരിക, ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇനി മറ്റു വാർത്തകളിലേക്കാണ്. ICC ചെയർമാനായ ജയ്ഷാ ചുമതലയേറ്റു. പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞതും ഇന്ത്യയിൽ നിന്നുള്ള 3ാമത്തെ ആളുമാണ് ജയ്ഷാ. 2 ടേമുകളിലായി 6 വർഷം പദവിയിൽ ഇരിക്കാം ജയ്ഷായ്ക്ക്. 2019 മുതൽ BCCI സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ജയ്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി വമ്പൻ പോരാട്ടം. രാത്രി 9:30-ക്കാണ് മത്സരം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി ടീമുകൾക്ക് മത്സരമുണ്ട്. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡും ഇന്ന് കളത്തിലെത്തും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുത്തക തകരുമോ? ഫുട്ബോൾ ലോകത്തെ ചൂടേറിയ ചർച്ചകളിലൊന്ന്. തുടർച്ചയായ 5ാം കിരീടത്തിൽ കണ്ണുവയ്ക്കുന്ന പെപ് ഗാർഡിയോളയുടെ ടീം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തവണ്ണം പതറുകയാണ്. അവസാന 6 മത്സരങ്ങളിൽ പ്രീമിയർ ലീഗിലെ 3 ഉൾപ്പെടെ 5 തോറ്റു. ബലന്തോർ ജേതാവ് റോഡ്രി അടക്കമുള്ളവരുടെ പരിക്കാണ് ടീമിന്റെ കാലക്കേടിന് കാരണമെന്ന് പെപ്പ് പറയുന്നു. ചാമ്പ്യൻസ് ലീഗിൽ 3 ഗോളിന്റെ ലീഡ് തുലച്ച് സമനില വഴങ്ങിയതോടെ സ്വയം മുറിവേൽപ്പിച്ചാണ് പെപ്പ് കലിപ്പ് തീർത്തത്. ആ പെപ്പിന് ലിവർപൂളിനെതിരെ ഒരു തോൽവി കൂടി ചിന്തിക്കാനാവില്ല. അതേസമയം ആർനെ സ്ലോട്ടിന് കീഴിൽ കുതിക്കുകയാണ് ലിവർപൂൾ. 12-ൽ 10 കളിയിലും ജയിച്ച ലീഗിൽ 1ാമത്. കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെ കൂടി തോൽപ്പിച്ചതോടെ ചെമ്പടയുടെ ആത്മവിശ്വാസത്തിന് അതിരുകളില്ല. പ്രീമിയർ ലീഗിൽ റൂബൻ അമോറിംഗ് യുഗത്തിലെ ആദ്യ ജയം ലക്ഷ്യമിട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഇന്നിറങ്ങും. രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ എവർട്ടണാണ് എതിരാളികൾ. ഇതേ സമയത്ത് നടക്കുന്ന മറ്റ് മത്സരങ്ങളിൽ ചെൽസി ആസ്റ്റൺ വില്ലയെയും ടോട്ടനം ഫുൾഹാമിനെയും നേരിടും. സ്പാനിഷ് ലീഗിൽ 1ാം സ്ഥാനത്തുള്ള ബാഴ്സലോണയുമായുള്ള അകലം കുറയ്ക്കാൻ റയൽ മാഡ്രിഡും ഇന്ന് കളത്തിലെത്തും. രാത്രി 8:45 നടക്കുന്ന മത്സരത്തിൽ ഗെറ്റാഫെയാണ് റയലിന്റെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക് 24. രാത്രിയിൽ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ നിർത്തിയില്ല എന്ന പെൺകുട്ടിയുടെ പരാതിയിൽ KSRTC ബസ് ജീവനക്കാരനെതിരെ അന്വേഷണം. KSRTC വിജിലൻസ് ഡയറക്ടർക്ക് മന്ത്രി KB ഗണേഷ് കുമാറാണ് നിർദ്ദേശം നൽകിയത്. ഇന്നലെ രാത്രിയാണ് താമരശ്ശേരിയിൽ പെൺകുട്ടി ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ നിർത്താതെ 1/2 കിലോമീറ്റർ മാറി സ്കാനിയ ബസ് നിർത്തിയത്. KSRTC സ്കാനിയ ബസ്സിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത 19-കാരിക്ക് നേരിട്ട ദുരനുഭവത്തിലാണ് മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ടത്. ഇന്നലെ രാത്രി ബാംഗ്ലൂരുവിൽ നിന്ന് താമരശ്ശേരിയിലേക്ക് ഒറ്റയ്ക്ക് വരികയായിരുന്നു പെൺകുട്ടി. സാധാരണ 8:30-നാണ് താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ ബസ് എത്തുക. എന്നാൽ ഇന്നലെ എത്തിയത് 10 മണിക്ക്. പഴയ ബസ് സ്റ്റാൻഡിൽ നിർത്തണമെന്നാണ് പെൺകുട്ടി ആവശ്യപ്പെട്ടത്. എന്നാൽ ബസ് ഇവിടെ നിർത്താതെ 1/2 കിലോമീറ്റർ മാറി KSRTC ഡിപ്പോയിൽ നിർത്തി. സാധാരണ ഇറങ്ങുന്നത് താമരശ്ശേരി അവിടെ പഴയ സ്റ്റാൻഡിലാണ്.
അവിടെ നിർത്താൻ ഞാൻ എത്തുന്ന ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, പക്ഷെ അവർ നിർത്തിയില്ല. അവർ പറഞ്ഞു ഇത് ഇവിടെ നിർത്താൻ പറ്റില്ല, KSRTC ഡിപ്പോന്റെ അവിടെ നിർത്താൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ അവിടെ എത്തി അച്ഛൻ പിന്നെ അവിടെ നിന്ന് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേനി പഴയ സ്റ്റാൻഡിൽ. അപ്പൊ ആ ഡ്രൈവർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, അവള് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാ പറഞ്ഞേ. രാത്രി സമയങ്ങളിൽ പെൺകുട്ടികൾ ആവശ്യപ്പെടുന്ന സ്റ്റോപ്പിൽ ബസ് നിർത്തണമെന്നാണ് ചട്ടം. ഇത് ലംഘിക്കപ്പെട്ട സാഹചര്യത്തിലാണ് പെൺകുട്ടി പരാതി നൽകിയത്. 24 കോഴിക്കോട്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ്. കേരള കലാമണ്ഡലത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ പ്രതിഷേധം ശക്തമായി. പിരിച്ചുവിടൽ കലാമണ്ഡലത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് മുൻ രജിസ്ട്രാർ NR ഗ്രാമപ്രകാശ് 24നോട് പറഞ്ഞു. കേരളത്തിന്റെ അഭിമാനമായ കേരള കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെ അട്ടിമറിക്കുന്നതാണ് പുതിയ ഉത്തരവെന്ന വിമർശനങ്ങൾക്കിടെയാണ് അതൃപ്തി പരസ്യമാക്കി മുൻ രജിസ്ട്രാർ തന്നെ രംഗത്തെത്തുന്നത്. ജീവനക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടതുപോലെയാണ് ഇപ്പോഴത്തെ ഉത്തരവെന്ന NR ഗ്രാമപ്രകാശ്. ഇതിനൊക്കെ ഒരു സാവകാശം എടുത്ത് ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് തോന്നുന്നില്ല സർക്കാരിൻ്റെ ഒരു അറിവോട് കൂടിയിട്ടാണ് ഇത് ചെയ്തത് എന്നെനിക്ക് തോന്നുന്നില്ല. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ അത് ചാൻസലറായാലും വൈസ് ചാൻസലറായാലും രജിസ്ട്രാറായാലും ഫിനാൻസ് ഓഫീസറായാലും ഇങ്ങനെ ഒരു 4 വലിയ ഉദ്യോഗസ്ഥന്മാർ, സത്യം പറഞ്ഞാൽ അവരവിടെ ഇല്ലെങ്കിലും ആ സ്ഥാപനം നടന്നു പോകും. കാരണം ക്ലാസ്സൊക്കെ നിയന്ത്രിക്കുന്ന അധ്യാപകരാണ്. ശമ്പളം എഴുതുന്നതിന് ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആദ്യം പിരിച്ചുവിടേണ്ടത് ഈ 4 ഉന്നത ഉദ്യോഗസ്ഥന്മാരെയാണെന്ന് ഞാൻ പറയാം. പിരിച്ചുവിട്ടവരിൽ 68 അധ്യാപകർ ഉൾപ്പെടുന്നത് കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളെ തന്നെ സാരമായി ബാധിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നടപടിയെന്ന ഉത്തരവിൽ തന്നെ രജിസ്ട്രാർ വ്യക്തമാക്കുന്നു. കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് വിദ്യാർത്ഥികളും. 24 തൃശൂർ. പാലക്കാട് ധോണിയിൽ കാട്ടാനയെ കാട് കയറ്റുന്നതിനിടെ പടക്കം കയ്യിലിരുന്ന് പൊട്ടി വനംവകുപ്പ് വാച്ചർക്ക് പരിക്കേറ്റു. ഒരവക്കോട് RRTയിലെ വാച്ചർ സൈനുൽ ആബിദിനാണ് പരിക്കേറ്റത്. നിഖിൽ പ്രമേഷുണ്ട് പാലക്കാട്. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ മേഖലയിൽ ധോണി മേഖലയിൽ നമുക്കറിയാം കാട്ടാനയുടെ സാന്നിധ്യം വളരെ അധികം നാളുകളായി സജീവമായി ഉള്ളതാണ്. ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി എന്ന വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പ് വാച്ചറായിട്ടുള്ള ഷൈനുൽ ആബിദ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഒലവക്കോട് RRTയിലെ വാച്ചറാണ് സൈനുൽ ആബിദ്. നീലിപ്പാറയിൽ കാട്ടാനയെ തുരത്തുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വാച്ചറുടെ കയ്യിൽ വെച്ച് ഈ പടക്കം, അതായത് ഈ ആനയെ ഓടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പടക്കം പൊട്ടുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വാച്ചറുടെ 2 വിരലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വോട്ടേഴ്സിന് നന്ദി പറഞ്ഞ വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല പര്യടനം തുടരുകയാണ്. ഇപ്പോൾ കൽപ്പറ്റയിൽ പ്രിയങ്ക ഗാന്ധി നേരത്തെ സംസാരിച്ചിരുന്നു. 2ാമത്തെ ദിവസമാണ് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത്. വിപിൻ C വിജയനുണ്ട് വയനാട്ടിൽ നിന്നിപ്പോൾ. വിപിൻ, ഈ മാനന്തവാടിയിലെ പരിപാടി കഴിഞ്ഞ് അടുത്ത് എവിടെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് സ്വീകരണമുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? വിപിൻ, കേൾക്കാമെങ്കിൽ ഈ മാനന്തവാടിയിലെ പര്യടനം കഴിഞ്ഞ് ഇപ്പോൾ എവിടെയാണ് പ്രിയങ്ക ഗാന്ധി ഉള്ളത് വിപിൻ? ഈ നന്ദി പര്യടനത്തിന്റെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് കൽപ്പറ്റയിലേത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിച്ചേരും. സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് കൽപ്പറ്റയിലേക്ക് വരുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യർ സംസാരിക്കുകയാണ് കൽപ്പറ്റയിൽ വെച്ച്. നമ്മളിപ്പോൾ ആ സദസ്സാണ് കാണുന്നത്. എല്ലാവരും തന്നെ അക്ഷമയോടെ പ്രിയങ്ക ഗാന്ധിയുടെ വരവിനായി കാത്തിരിക്കുകയാണ്. ഇതിനുശേഷം അവർ ഡൽഹിയിലേക്ക് തിരിച്ചു പോകും. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ കൽപ്പറ്റയിൽ അവർ എന്തായിരിക്കും സംസാരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാധ്യമങ്ങളെ കാണുമ്പോൾ എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നിലവിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ അവർ ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ കുറിച്ച് സുൽത്താൻ ബത്തേരിയിൽ സംസാരിച്ചു. സുൽത്താൻ ബത്തേരിയിൽ അവർ പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയം കാണുന്നതിൽ വലിയ വിഷമമുണ്ട്. 4 മാസം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു വലിയ ദുരന്തം നടന്നിട്ട്, എന്നിട്ടും ഒരു സഹായവും ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ വയനാടിനൊപ്പം താൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഈ 2 ദിവസം നടന്നിട്ടുള്ള എല്ലാ പര്യടനങ്ങളിലും അവർ പറഞ്ഞത്. മലപ്പുറം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും നന്ദി പറയാൻ വേണ്ടി പ്രിയങ്ക എത്തി. ഒപ്പം തന്നെ ഇന്ന് രാവിലെ മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും ഇന്ന് പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൽപ്പറ്റയിലേക്ക് എത്തുന്നത്. ഇന്നലെ കൽപ്പറ്റയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നതിന് തൊട്ട് മുൻപായിരുന്നു കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ അപകടം, ഇതിൽ വലിയ അപകടം പറ്റിയ ആളുകളും ഈ മാർച്ചിൽ സംഘർഷത്തിൽ വലിയ
പരിക്ക് പറ്റിയിട്ടുള്ള ആളുകൾ ഇവിടെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെ കാണുന്നതിന് വേണ്ടി പ്രിയങ്ക പോകുമോ എന്നുള്ള ഒരു സംശയവും നിലനിൽക്കുന്നു. 4 മണിയോട് കൂടിയാണ് തിരിച്ചുള്ള ഫ്ലൈറ്റ്. അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിലെ ഈ പരിപാടിയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിച്ചേരും. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഒലീവിയ ഫൗണ്ടേഷന്റെ കർഷക പ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. തൃശൂർ ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന ചടങ്ങ് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ ചെറുവയൽ രാമൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ വിവിധ വിഭാഗങ്ങളിലുള്ള കർഷക പുരസ്കാരങ്ങൾ ഗവർണർ സമ്മാനിച്ചു. CEO ഒലീവിയ ഫൗണ്ടേഷൻ അജിത് കുമാർ, MD കൃഷ്ണകുമാർ KT, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് MD K പോൾ തോമസ്, VR രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പത്മശ്രീ ചെറുവയൽ രാമനെ ആദരിച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടി. 19 കിലോ സിലിണ്ടറിന് 61 രൂപ 50 പൈസയാണ് 16 രൂപ 50 പൈസയാണ് കൂട്ടിയത്. ഇതോടെ കൊച്ചിയിൽ സിലിണ്ടറിന്റെ വില 1810 രൂപ 50 പൈസയായി. 4 മാസത്തിനിടെ 157 രൂപ 50 പൈസയാണ് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. എല്ലാ മാസവും 1-ാം തീയതി പാചകവാതക സിലിണ്ടറുകളുടെ വില എണ്ണ കമ്പനികൾ പുതുക്കാറുണ്ട്. തെലങ്കാനയിൽ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. മുളുഗു ജില്ലയിലെ ചൽപാക് വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. കൊല്ലപ്പെട്ടവരിൽ മാവോയിസ്റ്റ് നേതാവ് പാപ്പണ്ണയുമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചൽപാക് വനത്തിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്നാണ് പോലീസും മാവോയിസ്റ്റ് വിരുദ്ധ സേനയും മേഖലയിൽ തമ്പടിച്ചത്. വനത്തിൽ പരിശോധന നടത്തുന്നതിനിടെ മാവോയിസ്റ്റ് സംഘം ആദ്യം സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തുവെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് ഏറ്റുമുട്ടലുണ്ടായി. CPI മാവോയിസ്റ്റ് എല്ലാണ്ടു നർസംപേട്ട് ഏരിയ കമ്മിറ്റി കമാൻഡർ ബദ്രു എന്നറിയപ്പെടുന്ന പാപ്പണ്ണ ഉൾപ്പെടെ 7 പേരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. ഇവരുടെ കേന്ദ്രത്തിൽ നിന്ന് AK-47 തോക്കുകൾ അടങ്ങുന്ന വൻ ആയുധശേഖരവും പോലീസ് പിടിച്ചെടുത്തു. പോലീസിന് രഹസ്യവിവരം നൽകിയെന്നാരോപിച്ച് ഒരാഴ്ച മുമ്പ് 2 ഗ്രാമവാസികളെ മാവോയിസ്റ്റുകൾ വധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പോലീസ് നടപടി. 2 ആഴ്ച മുമ്പ് ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകളെ പോലീസ് വധിച്ചിരുന്നു. ഛത്തീസ്ഗഡിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ തെലങ്കാനയിൽ കൂടുതൽ സ്വാധീനമുറപ്പിക്കാൻ മാവോയിസ്റ്റുകൾ ശ്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് മുളുഗുവിലെ ഏറ്റുമുട്ടൽ. 24 ബംഗളൂരു. മസ്ജിദ് സർവേയുടെ പേരിൽ സംഘർഷമുണ്ടായ ഉത്തർപ്രദേശിലെ സംഭലിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ സന്ദർശനം. ഹൈക്കോടതി മുൻ ജഡ്ജി ദേവേന്ദ്രകുമാർ അറോറയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് സന്ദർശനം നടത്തിയത്. നവംബർ 24-ന് 5 പേരുടെ മരണത്തിന് കാരണമായ സംഭാൽ സംഘർഷത്തിൽ സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം ആരംഭിച്ചു. മുൻ ഹൈക്കോടതി ജഡ്ജി ദേവേന്ദ്രകുമാർ അറോറയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് സംഭാൽ സന്ദർശിച്ചു. സംഘർഷം ആസൂത്രിതമാണോ എന്നും ക്രമസമാധാന പാലനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നും കമ്മീഷൻ പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. ജുഡീഷ്യൽ കമ്മീഷന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രദേശത്ത് വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. മുൻ IAS ഉദ്യോഗസ്ഥൻ അമിത് മോഹൻ പ്രസാദ്, മുൻ IPS ഉദ്യോഗസ്ഥൻ അരവിന്ദ് കുമാർ ജെയിൻ എന്നിവരാണ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. മസ്ജിദിൽ പരിശോധന നടത്തിയ ASIയുടെ റിപ്പോർട്ടിന്റെ ചില വിവരങ്ങളും പുറത്തുവന്നു. പള്ളിയിൽ രൂപമാറ്റം വരുത്തുന്നതിനായി പല അറ്റകുറ്റപ്പണികളും നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായാണ് വിവരം. കൂടുതൽ പരിശോധനകൾക്കായി മസ്ജിദ് അധികൃതർ ഉദ്യോഗസ്ഥരെ അനുവദിച്ചില്ലെന്നും പരാമർശമുണ്ട്. ജില്ലാ കോടതിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. 24 ഡൽഹി. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത്
Berger Paints, 100 years of trust. വാർത്താമഴ പൂർത്തിയാവുകയാണ്.